10ാം ക്ലാസ് കെമിസ്ട്രി 2023-24 ഒരു പബ്ലിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഒരു സ്കോർ വീതം. ചോദ്യം 1. ചുവടെ കൊടുത്തിരിക്കുന്ന അയിരുകളിൽ ഏതാണ് കാന്തിക വിഭജനത്തിന് വിധേയമാക്കുക? ഉത്തരം ടിൻ സ്റ്റോൺ. ചോദ്യം 2. NaCl ലായനിയുടെ വൈദ്യുതവിശ്ലേഷണത്തിൽ കാഥോഡിൽ നിക്ഷേപിക്കുന്ന പദാർത്ഥമേത്? സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുതവിശ്ലേഷണത്തിൽ കാഥോഡിൽ നിക്ഷേപിക്കുന്ന പദാർത്ഥം ഏത്? ഉത്തരം ഹൈഡ്രജൻ. ചോദ്യം 3. തന്നിരിക്കുന്ന രാസസമവാക്യം പൂർത്തിയാക്കുക. NH3+H2O gives NH4OH. അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ചോദ്യം 4. ഉരുക്കി വേർതിരിക്കൽ വഴി ശുദ്ധീകരിക്കുന്ന ലോഹം ഏത്? ഉത്തരം Sn അഥവാ ടിൻ. ചോദ്യം 5. ആൽക്കീനുകളുടെ പൊതു സമവാക്യം ഏത്? ഉത്തരം CnEH2n എന്നാണ്. അടുത്തത് 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 2 സ്കോർ വീതം. ചോദ്യം 6. ഉരുകിയ ക്രിയോലൈറ്റിൽ അലൂമിന ചേർത്ത് വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാക്കിയാണ് അലൂമിനിയം വേർതിരിക്കുന്നത്. ഉരുകിയ ക്രിയോലൈറ്റിൽ അലൂമിന അഥവാ Al2O3 ചേർത്ത് വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാക്കിയാണ് അലൂമിനിയം വേർതിരിക്കുന്നത്. ചോദ്യം A. ഈ പ്രവർത്തനത്തിൽ പോസിറ്റീവ് ഇലക്ട്രോഡായി ഉപയോഗിക്കുന്നത് ഏത്? പോസിറ്റീവ് ഇലക്ട്രോഡ് അഥവാ ആനോഡായി ഉപയോഗിക്കുന്നത് ഏത്? ഉത്തരം കാർബൺ ദണ്ഡുകൾ. ചോദ്യം B. കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം എഴുതുക. ഉത്തരം Al3+ + 3e- gives Al. ചോദ്യം 7. ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം കോപ്പർ സൾഫേറ്റ് തരികൾ എടുത്ത് അതിലേക്ക് ഏതാനും തുള്ളി ഗാഢ സൾഫ്യൂരിക് ആസിഡ് ചേർക്കുക. ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം കോപ്പർ സൾഫേറ്റ് തരികളെടുത്ത് അതിലേക്ക് ഏതാനും തുള്ളി ഗാഢ സൾഫ്യൂരിക് ആസിഡ് ചേർക്കുക. ചോദ്യം A. കോപ്പർ സൾഫേറ്റിൻ്റെ നിറത്തിന് എന്ത് മാറ്റം വരുന്നു? ഇവിടെ കോപ്പർ സൾഫേറ്റിൻ്റെ നിറം ഇല്ലാതാകുന്നു. നീല നിറം ഇല്ലാതാകുന്നു. ചോദ്യം B. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഏത് സ്വഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത്? ഉത്തരം നിർജ്ജലീകരണം. നിർജ്ജലീകരണം. കോപ്പർ സൾഫേറ്റ് ലായനിയിലുള്ള ജലത്തെ സൾഫ്യൂരിക് ആസിഡ് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നിർജ്ജലീകരണം. ചോദ്യം 8. ഒരു ബീക്കറിലെടുത്ത കോപ്പർ സൾഫേറ്റ് ലായനിയിൽ ഒരു ഇരുമ്പ് ദണ്ട് മുക്കി വച്ചിരിക്കുന്നു. ഒരു ബീക്കറിലെടുത്ത കോപ്പർ സൾഫേറ്റ് ലായനിയിൽ ഇരുമ്പ് Fe ദണ്ട് മുക്കി വച്ചിരിക്കുന്നു. സൂചന ഇതാണ്: കോപ്പറിനേക്കാൾ ക്രിയാശീലം കൂടിയതാണ് Fe. ചോദ്യം A. കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നിറത്തിന് എന്തു മാറ്റം വരുന്നു? നിറം മങ്ങുന്നു. ചോദ്യം B. ഈ പ്രവർത്തനത്തെ ആദേശ രാസപ്രവർത്തനം എന്ന് വിളിക്കാൻ കാരണമെന്ത്? ഇവിടെ Fe കോപ്പറിനെ ആദേശം ചെയ്യുന്നു. കോപ്പറിനേക്കാളും ക്രിയാശീലം കൂടിയതാണ് Fe. അപ്പോൾ Fe കോപ്പർ സൾഫേറ്റ് ലായനിയിൽ മുങ്ങി നിൽക്കുമ്പോൾ കോപ്പറിനെ Fe എന്ത് ചെയ്യുന്നു? ആദേശം ചെയ്യുന്നു. ഓക്കെ, അതാണ് കാരണം. ചോദ്യം 9. സാന്ദ്രീകരിച്ച അയിരിനെ അതിൻ്റെ ഓക്സൈഡ് ആക്കാനുള്ള 2 രീതികളാണ് കാൽസിനേഷനും റോസ്റ്റിങ്ങും. തന്നിരിക്കുന്നത്
കാൽസിനേഷനും റോസ്റ്റിങ്ങുമാണ്. ചോദ്യം: കാൽസിനേഷനും റോസ്റ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ത്? കാൽസിനേഷൻ എന്ന് പറയുന്നത് വായുവിൻ്റെ അസാന്നിധ്യത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ്. അതുപോലെ തന്നെ റോസ്റ്റിംഗ് വായുവിൻ്റെ സാന്നിധ്യത്തിലും നടക്കുന്ന പ്രവർത്തനമാണ് അല്ലേ. നെക്സ്റ്റ് ചോദ്യം ബി. Cu2S-നെ എസ് ഡാഷ് പ്രവർത്തനം വഴി Cu2O ആക്കുന്നു അല്ലേ. ഉത്തരം റോസ്റ്റിംഗ് ആണ്, റോസ്റ്റിംഗ്. ഇനി 10ാം ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്ന ഓർഗാനിക് സംയുക്തങ്ങളുടെ ഘടനാവാക്യം എഴുതുക. ആദ്യ ഘടനാവാക്യം 3-methyl pentane എന്നാണ് അല്ലേ. ഇവിടെ പെൻറ്റെയിൻ ആകുമ്പോൾ 5 കാർബൺ ആറ്റങ്ങൾ ചെയിനിലുണ്ടാകും അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്: 1, 2, 3. മൂന്നാമത്തെ കാർബണിൽ നിന്നാണ് ശാഖ വരുന്നത്, മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ 3-methyl pentane എന്ന് ഇങ്ങനെയാണ് വരിക അല്ലേ. ആകെ 5 കാർബൺ ആറ്റങ്ങളാണ് ചെയിനിലുള്ളത്. അടുത്തത് But1-ene അല്ലേ. ഈന് വരുമ്പോൾ ദ്വിബന്ധനം വരും. ഒന്നാമത്തെയും രണ്ടാമത്തെയും കാർബണിൻ്റെ ഇടയിലാണ് ദ്വിബന്ധനം വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്നത് ബ്യൂട്ട് 4 കാർബൺ ആറ്റങ്ങൾ ഉണ്ടാവും ചെയിനിൽ. 1, 2, 3, 4 But1-ene. അടുത്തത് 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 3 മാർക്ക് വീതം. ചോദ്യം 11. പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കുന്ന പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം തന്നിരിക്കുന്നു. പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കുന്ന പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം തന്നിരിക്കുന്നു. സമവാക്യം ഇതാണ്: 2NH4Cl plus CaOH twice gives CaCl2 plus 2H2O plus 2NH3. ഇവിടെ അമോണിയം ക്ലോറൈഡ് കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായി പ്രവർത്തിച്ച് കാൽഷ്യം ക്ലോറൈഡ്, ജലം, അമോണിയ എന്നീ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു. ചോദ്യം എ. ഈ പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്ന അഭികാരകങ്ങളുടെ പേരെഴുതുക അല്ലേ. ഇവിടെ ഉള്ള അഭികാരങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്: അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും. അമോണിയം ക്ലോറൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ചോദ്യം ബി. ഈ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന അമോണിയയിലെ ജലാംശം നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന നിർജ്ജലീകാരി ഏത്? കാൽഷ്യം ഓക്സൈഡാണ് ഇവിടുത്തെ നിർജ്ജലീകാരി, അഥവാ നീറ്റുകക്ക എന്ന പേരിലും അറിയപ്പെടും അല്ലേ, കാൽഷ്യം ഓക്സൈഡ്. ഇനി ചോദ്യം സി. ഉണ്ടാകുന്ന അമോണിയ വാതകം തല കീഴായ ഗ്യാസ് ജാറിലാണ് ശേഖരിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം അമോണിയക്ക് വായുവിനേക്കാളും സാന്ദ്രത കുറവായതിനാൽ അല്ലേ. അതുകൊണ്ടാണ് ഗ്യാസ് ജാറ് തല കീഴായിട്ട് ശേഖരിക്കുന്നത്. ഇനി ചോദ്യം 12. രണ്ട് ഓർഗാനിക് സംയുക്തങ്ങളുടെ ഘടനാവാക്യങ്ങൾ തന്നിരിക്കുന്നു. ഒന്ന് CH3 CH2 CH ദ്വിബന്ധനം CH2. രണ്ടാമത്തത് CH3 CH2 C ത്രിബന്ധനം CH. ചോദ്യം എ. ഈ രണ്ട് സംയുക്തങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഇവിടെ ഒന്നാമത്തെ സംയുക്തം കാർബൺ ആറ്റങ്ങൾക്കിടയിൽ അല്ലേ, 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദ്വിബന്ധനമാണ്, അതുകൊണ്ടത് ആൽക്കീനാണ്, ആൽക്കീൻ. രണ്ടാമത്തത് ത്രിബന്ധനം വരുന്നതാണ്, അത് ആൽക്കൈനുമാണ്. ഓക്കെ. ഇനി ചോദ്യം ബി. സംയുക്തം 1-ൻ്റെ IUPAC നാമം എഴുതുക അല്ലേ. ഒന്നാമത്തെ വരുന്നത് ആകെ 4 കാർബൺ ആറ്റങ്ങളാണ്, അപ്പോൾ ബ്യൂട്ട് അല്ലേ 1 ഈൻ എന്നാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും കാർബൺ ആറ്റങ്ങൾക്കിടയിലാണ് ദ്വിബന്ധനം ഉള്ളത്, അതുകൊണ്ടാണ് 1 അല്ലേ, ബ്യൂട്ട് 1 ഈൻ. ഓക്കെ, ആൽക്കീനായത് കാരണം ഈന്, ബ്യൂട്ട് 1 ഈൻ. ഇനി മൂന്നാമത്തെ ചോദ്യം. സംയുക്തം 3 ഉൾപ്പെടുന്ന ഹോമോലോഗ സീരീസിൻ്റെ പേരെഴുതുക. സംയുക്തം 3 ഉൾപ്പെടുന്നത് ആൽക്കൈൻ ആണ്, ആൽക്കൈൻ അല്ലേ. ഇതിൻ്റെ പേരെന്താ വരിക? IUPAC നെയിം എന്താ വരിക? ഇതും 4 കാർബൺ ആറ്റങ്ങൾ 1-നും 2-നും ഇടയിൽ ത്രിബന്ധനം ഉണ്ട്, അപ്പോൾ വരുന്നത് ബ്യൂട്ട് 1
അയിൻ എന്നാണ് വരിക. ഓക്കെ. ഇനി ചോദ്യം 13. ഒരു കോപ്പർ കപ്പിൽ വൈദ്യുത വിശ്ലേഷണം വഴി സിൽവർ പൂശുന്നു. ഒരു കോപ്പർ കപ്പിൽ വൈദ്യുത വിശ്ലേഷണം വഴി സിൽവർ പൂശുന്നു. ഈ പ്രവർത്തനത്തിൻ്റെ പേര് അല്ലേ, ഒരു ലോഹത്തിന് മുകളിൽ മറ്റൊരു ലോഹം പൂശിയെടുക്കുന്ന രീതിക്കാണ് വൈദ്യുത ലേപനം അഥവാ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ചോദ്യം ബി. ഈ പ്രവർത്തനത്തിൽ ബാറ്ററിയുടെ നെഗറ്റീവ് അഗ്രമായി ബന്ധിപ്പിക്കുന്നത് ഏതാണ്? തന്നിട്ടുണ്ട് ഓപ്ഷൻ സിൽവർ തകിട്, കോപ്പർ തകിട്. നെഗറ്റീവുമായി ബന്ധിപ്പിക്കുന്നത് കോപ്പർ അല്ലേ, ഇവിടെ തന്നിരിക്കുന്നത് കോപ്പർ കപ്പാണ് ആൻസർ. ചോദ്യം സി. ഇവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ്? ഇലക്ട്രോലൈറ്റായിട്ട് സിൽവർ നൈട്രേറ്റ് ലായനി AgNO3 അല്ലേ, സിൽവർ നൈട്രേറ്റ് ലായനി, അല്ലെങ്കിൽ സോഡിയം സയനൈഡ് പ്ലസ് സിൽവർ സയനൈഡ്. സോഡിയം സയനൈഡിൻ്റെയും സിൽവർ സയനൈഡിൻ്റെയും മിശ്രിതമാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ. ചോദ്യം 14. ചില അയിരുകളുടെ പ്രത്യേകതകൾ തന്നിരിക്കുന്നു. ബ്രാക്കറ്റിൽ നിന്നും ശരിയായ സാന്ദ്രണ രീതികൾ തിരഞ്ഞെടുത്തെഴുതുക. കാന്തിക വിഭജനം, പ്ലവന പ്രക്രിയ, ജലപ്രവാഹത്തിൽ കഴുകൽ, ലീച്ചിങ് അല്ലേ, തുടങ്ങിയവയാണ് നമുക്ക് തന്നിരിക്കുന്ന സാന്ദ്രണ രീതികൾ. 1. അയിരിന് സാന്ദ്രത കുറവും അപദ്രവ്യത്തിന് സാന്ദ്രത കൂടുതലുമായ സമയത്ത്. അയിരിന് സാന്ദ്രത കുറവും അപദ്രവ്യത്തിന് സാന്ദ്രത കൂടുതലുമാണെങ്കിൽ എടുക്കുന്ന സാന്ദ്രണ രീതി ഏതാണ്? പ്ലവന പ്രക്രിയ അല്ലേ. ചോദ്യം 2. അയിര് ലയിക്കുന്ന ലൈൻ ഉപയോഗിക്കുന്നു. അയിര് ഒരു ലൈനിൽ ലയിക്കുകയാണെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന സാധന രീതി ഏതാണ്? ലീച്ചിങ് ആണ്. ലീച്ചിങ് അല്ലേ. ചോദ്യം 3. അയിരിന് സാന്ദ്രത കൂടുതലും അപദ്രവ്യത്തിന് സാന്ദ്രത കുറവുമാണെങ്കിൽ. അയിരിനാണ് സാന്ദ്രത കൂടുതൽ, അത് ചെയ്യുന്നത് ജലപ്രവാഹത്തിൽ കഴുകൽ. ഓക്കെ. ചോദ്യം 15. ഒരു ആലിസൈക്ലിക് ഹൈഡ്രോ കാർബണിൻ്റെ ഘടനാവാക്യം തന്നിരിക്കുന്നു അല്ലേ. തന്നിരിക്കുന്ന ആലിസൈക്ലിക്കിൻ്റെ ഘടനാവാക്യമാണ് ഇത് അല്ലേ. 4 കാർബൺ ആറ്റങ്ങളാണ് ഇതിലുള്ളത്. ഓരോ കാർബണിൽ നിന്നും 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ വീതമുണ്ട്. ചോദ്യം ഇതാണ്. ഈ സംയുക്തത്തിൻ്റെ തന്മാത്രാവാക്യം എഴുതുക അല്ലേ. തന്മാത്രാവാക്യം എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര കാർബൺ എത്ര ഹൈഡ്രജൻ ഉണ്ട് എഴുതിയാൽ മതി. എത്ര കാർബണാണ്? 4. C4H8. അപ്പോൾ C4H8 അല്ലേ. 2, 4, 6, 8 ഹൈഡ്രജൻ ആറ്റങ്ങൾ, C4H8. ഇനി ഇതിൻ്റെ IUPAC നാമം എഴുതുക. IUPAC നാമം ആലിസൈക്ലിക് ആണെങ്കിൽ സൈക്ലിക് ഗ്രൂപ്പ് അല്ലേ, ഒരു എന്താ പറയുക, വലയ സംയുക്തങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 4 കാർബണാറ്റമുള്ള വലയ സംയുക്തം സൈക്ലോബ്യൂട്ടൈൻ എന്നാണ് പറയുക. സൈക്ലോബ്യൂട്ടൈൻ. ഓക്കെ. ഇനി ചോദ്യം സി. 3 കാർബണാറ്റങ്ങളുള്ള ആലിസൈക്ലിക് സംയുക്തത്തിൻ്റെ ഘടനാവാക്യം എഴുതുക. 3 കാർബണാറ്റങ്ങളുള്ള ആലിസൈക്ലിക് സംയുക്തത്തിൻ്റെ ഘടനാവാക്യം നോക്കൂ. 3 കാർബൺ ആണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. C അല്ലേ. ഓരോ കാർബണിൽ നിന്നും 2 ഹൈഡ്രജൻ ആറ്റങ്ങളും വരും. ഇതാണ് ഇതിൻ്റെ ഘടനാവാക്യം വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പേരെന്തായിരിക്കും? സൈക്ലോപ്രൊപ്പൈൻ ആണ്. സൈക്ലോപ്രൊപ്പൈൻ. ഓക്കെ. ഇനി ചോദ്യം 16 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതുക. ഓരോന്നിനും 4 സ്കോർ വീതം. ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ വഴിയാണ് ഇരുമ്പ് വ്യാവസായികമായി നിർമ്മിക്കുന്നത്. ഈ പ്രവർത്തനത്തിൽ നടക്കുന്ന രാസമാറ്റങ്ങളുടെ സമവാക്യങ്ങൾ തന്നിരിക്കുന്നു. ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ വഴിയാണ് ഇരുമ്പ് വ്യാവസായികമായി നിർമ്മിക്കുന്നത്. ഈ പ്രവർത്തനത്തിൽ നടക്കുന്ന രാസമാറ്റങ്ങളുടെ സമവാക്യങ്ങൾ തന്നിരിക്കുന്നു. ഇതൊക്കെയാണ് സമവാക്യങ്ങൾ. 1. CaO plus SiO2 gives CaSiO3. 2. Fe2O3 plus 3CO gives 2Fe plus 3CO2. 3. CaCO3 gives CaO plus CO2 അല്ലേ. ചോദ്യം എ. ഹേമറ്റൈറ്റിനൊപ്പം ബ്ലാസ്റ്റ് ഫർണസിലേക്ക് നിക്ഷേപിക്കുന്ന പദാർത്ഥങ്ങൾ എന്തെല്ലാം?
ഏതൊക്കെയാണ്? കോക്ക്, ചുണ്ണാമ്പുകല്ല്. അതായത് അയണിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് ഒന്ന് ഹേമറ്റൈറ്റ്, കോക്ക്, ചുണ്ണാമ്പുകല്ല് അല്ലേ? ഓക്കെ. ഇനി ചോദ്യം 2. ഹേമറ്റൈറ്റിൽ കാണപ്പെടുന്ന പ്രധാന അപദ്രവ്യം ഏത്? ഹേമറ്റൈറ്റിൽ കാണപ്പെടുന്ന പ്രധാന അപദ്രവ്യമാണ് SiO2 അഥവാ സിലിക്ക അല്ലേ? SiO2 അഥവാ സിലിക്ക. ഇനി ചോദ്യം 3. ബ്ലാസ്റ്റ് ഫർണസിലെ പ്രധാന നിരോക്സീകാരി ഏത്? CO, കാർബൺ മോണോക്സൈഡ് ആണ് ബ്ലാസ്റ്റ് ഫർണസിലെ നിരോക്സീകാരി അല്ലേ? ഈ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത് കാർബണും ഓക്സിജനും കൂടെ കൂടിച്ചേർന്നാണ്. കാർബണും ബ്ലാസ്റ്റ് ഫർണസിനകത്ത് കാർബണും ഓക്സിജനും കൂടെ കൂടിച്ചേർന്നു അല്ലേ? ഇനി ചോദ്യം D. ഹേമറ്റൈറ്റ് നിരോക്സീകരിക്കപ്പെടുന്ന രാസസമവാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. നമുക്ക് തന്നിരിക്കുന്നതിൽ രണ്ടാമത്തെ സമവാക്യമാണ് ബ്ലാസ്റ്റ് ഫർണസിൽ അയൺ ഇരുമ്പുണ്ടാകുന്ന സമവാക്യം. Fe2O3 + 3CO gives 2Fe + 3CO2. ഇതാണ് സമവാക്യം. പിന്നെ ഇത് CaO + SiO2. ഇത് കാൽഷ്യം സിലിക്കേറ്റ്. കാൽഷ്യം സിലിക്കേറ്റ് ആണ് ശരിക്കും അവിടെ സ്ലാഗ് ഉണ്ടാകുന്ന പ്രവർത്തനമാണത്. സ്ലാഗ് അല്ലേ? കാൽഷ്യം ഓക്സൈഡും സിലിക്കൺ ഡയോക്സൈഡും കൂടി ചേർന്നാണ് കാൽഷ്യം സിലിക്കേറ്റ്. ഇതാണ് സ്ലാഗ് ഉണ്ടാകുന്ന രാസപ്രവർത്തനം. ഇതിവിടെ ഗാങ്ങാണ്. അതുപോലെ തന്നെ ഫ്ലക്സ്, സ്ലാഗ് അല്ലേ? ഗാങ്ങും ഫ്ലക്സും കൂടി ചേർന്നുണ്ടാകുന്ന പദാർത്ഥമാണ് സ്ലാഗ് എന്നറിയപ്പെടുന്നത്. ഓക്കെ. ഇനി ചോദ്യം 17. സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിൽ SO3 ഉണ്ടാകുന്ന പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം തന്നിരിക്കുന്നു. 2SO3 + O2 gives 2SO3 + താപം. ചോദ്യം A. വ്യൂഹത്തിലൂടെ കൂടുതൽ O2 കടത്തിവിട്ടുകൊണ്ടിരുന്നാൽ ഉണ്ടാകുന്ന SO3യുടെ അളവിൽ എന്ത് മാറ്റം ഉണ്ടാകും? കാരണം എഴുതുക. അതായത് ഈ പ്രവർത്തനത്തിൽ അല്ലേ കൂടുതൽ O2 കടത്തിവിട്ടുകൊണ്ടിരുന്നാൽ ഉണ്ടാകുന്ന SO3യുടെ അളവിൽ എന്ത് മാറ്റം ഉണ്ടാകും? കാരണം എഴുതുക. നോക്കൂ, ഇവിടുത്തെ അഭികാരങ്ങൾ, ഈ പ്രവർത്തനത്തിലുള്ള അഭികാരകങ്ങൾ ഒന്ന് SO3 സൾഫർ ട്രയോക്സൈഡ്, മറ്റൊന്ന് ഓക്സിജൻ. അപ്പോൾ ഇവിടെ അഭികാരങ്ങളിൽ ഒന്നിൻ്റെ ഗാഢത വർദ്ധിപ്പിക്കുകയാണ് അല്ലേ? അളവ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? പുരോപ്രവർത്തന വേഗത കൂടുകയും SO3യുടെ അളവ് കൂടുകയും ചെയ്യും. അപ്പോൾ എന്താ ഉത്തരം? SO3 കൂടുതൽ ഉണ്ടാകും അല്ലേ? ഇതിൻ്റെ കാരണം എന്താണ്? പുരോപ്രവർത്തനം അല്ലേ? പുരോപ്രവർത്തന വേഗത കൂടുന്നതാണ് അതിനുള്ള കാരണം. ഇനി ചോദ്യം B. ഇതുമായി ബന്ധപ്പെട്ട തത്വം ഏത്? അല്ലേ? തത്വം ലെ ഷാറ്റ്ലിയർ തത്വം. ഓക്കെ. ഈ തത്വം പ്രസ്താവിക്കുക. തത്വമൊക്കെ ടെക്സ്റ്റിൽ അതുപോലെ ഉള്ളതാണ് അല്ലേ? സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൻ്റെ ഗാഢത, മർദ്ദം, താപനില ഇവയിലേതെങ്കിലും ഒന്നിൽ മാറ്റം വരുത്തിയാൽ ആ മാറ്റം മൂലം ഉണ്ടാകുന്ന ഫലം വ്യൂഹം തനിയെ പുനഃക്രമീകരണത്തിലൂടെ വീണ്ടും ഒരു സന്തുലനാവസ്ഥ പ്രാപിക്കും. അതാണ്. ചോദ്യം 18. ഒരു ഗാൽവനിക് സെല്ലിൻ്റെ ചിത്രം തന്നിരിക്കുന്നു. ഗാൽവനിക് സെല്ല് നമുക്കറിയാം. സിങ്ക് സൾഫേറ്റ് ബീക്കറിൽ 2 ബീക്കറുകളുണ്ട്. ഒന്നിൽ സിങ്ക് സൾഫേറ്റ് ലായനി, അവിടെ നമുക്ക് A തന്നിട്ടുണ്ട്. അതുപോലെ BFE ആണ്, ലായനി തന്നിട്ടില്ല, B എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? പിന്നെ വോൾട്ട് മീറ്റർ, അതുപോലെ തന്നെ സാൾട്ട് ബ്രിഡ്ജൊക്കെ ഉണ്ട്. ഓക്കെ. ഇനി ചോദ്യം A, B എന്നിവ തിരിച്ചറിയുക. ഇവിടെ സിങ്ക് സൾഫേറ്റ്, ഈ ഗാൽവനിക് സെല്ലിൻ്റെ പ്രത്യേകത എന്താ? ഒരു ലായനിയിൽ അതിൻ്റെ തന്നെ ലോഹം അല്ലേ? ലവണ ലായനിയിൽ അതിൻ്റെ തന്നെ ലോഹം മുങ്ങി നിൽക്കണം. അപ്പോൾ സിങ്ക് സൾഫേറ്റിൽ സിങ്ക് ലോഹമാണ് വെക്കുന്നത്. അപ്പോൾ A സിങ്കാണ്, Zn. ഇനി B നമുക്ക് ലായനിയാണ് എഴുതേണ്ടത്. Fe ആണ് ഇവിടുത്തെ ഇലക്ട്രോഡ് അല്ലേ? Fe ഏത് ലായനിയിലാണ് മുങ്ങി നിൽക്കുന്നത്?
FeSO4 അല്ലേ, FeSO4ലാണ്. അപ്പോൾ B FeSO4. ചോദ്യം ബി, ഇലക്ട്രോൺ പ്രവാഹ ദിശ എങ്ങോട്ടായിരിക്കും അല്ലേ? ഇലക്ട്രോൺ പ്രവാഹ ദിശ ഇവിടുന്ന് സിങ്കിൽ നിന്ന് Feയിലേക്ക്, കാരണം ക്രിയാശീലത കൂടിയത് സിങ്കാണ്, അതിൽ നിന്ന് Feയിലേക്കാണ് ഇലക്ട്രോണുകൾ പ്രവഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ Zn gives Fe. ഇനി ചോദ്യം സി, ഈ സെല്ലിൻ്റെ ആനോഡിലും കാഥോഡിലും നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ സമവാക്യങ്ങൾ എഴുതുക. ഈ സെല്ലിൻ്റെ ആനോഡിലും കാഥോഡിലും നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ സമവാക്യങ്ങൾ എഴുതുക. നോക്കൂ, ആദ്യം ആനോഡ് വരുന്നത് സിങ്കാണ് അല്ലേ. എപ്പോഴും ക്രിയാശീലത കൂടിയത് ആനോഡും ക്രിയാശീലത കുറഞ്ഞത് കാഥോഡുമാണ് വരുന്നത്. അപ്പോൾ ആനോഡ് സിങ്കാണ്. സിങ്കിലെപ്പോഴും ഈ പ്രവർത്തനമായിരിക്കും. Zn gives Zn2 plus 2e-. അതുപോലെ കാഥോഡിൽ ഇവിടെ വരുന്നത് Fe അല്ലേ. Fe കാഥോഡ് Fe ഈ പ്രവർത്തനത്തിലാണ്, ഇതിലാണ്, ഈ ബീക്കറിലാണ് കാഥോഡ് അല്ലേ Fe. അപ്പോൾ എന്ത് വരും? Fe2 plus 2e- gives Fe അല്ലേ. ഇതാണ് ആനോഡിലും കാഥോഡിലും നടക്കുന്ന രാസ സമവാക്യങ്ങൾ. ചോദ്യം 19, ഒരു ഉഭയദിശാ പ്രവർത്തനത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണം തന്നിരിക്കുന്നു. തന്നിരിക്കുന്ന ഗ്രാഫ് ഇതാണ്. എക്സിൽ സമയം, അതുപോലെ വൈയിൽ രാസപ്രവർത്തനത്തിൻ്റെ വേഗത അല്ലേ. നമ്മൾ ചിത്രം കണ്ടാൽ തന്നെ അറിയാം ഏതിൻ്റെ ഉഭയദിശാ പ്രവർത്തനമാണ് അല്ലേ. ചോദ്യങ്ങൾ: ചോദ്യം എ, B, C എന്നിവ എന്തിനെ സൂചിപ്പിക്കുന്നു? ഇവിടെ B പുരോപ്രവർത്തനത്തെയും അതുപോലെ തന്നെ C പശ്ചാത് പ്രവർത്തനത്തെയും സൂചിപ്പിക്കുന്നു അല്ലേ. ചോദ്യം ബി, എ എന്ന ഘട്ടത്തിൻ്റെ ഏതെങ്കിലും രണ്ട് പ്രത്യേകതകൾ എഴുതുക. ഇവിടെ എ എന്ന് പറയുന്ന ഇതാണ് അല്ലേ. രണ്ട് പ്രവർത്തനങ്ങളുടെയും വേഗത തുല്യമാകുന്ന ഘട്ടമാണ് എ എന്ന് പറയുന്നത് അല്ലേ. എന്തൊക്കെ പ്രത്യേകതയാണുള്ളത്? ഒന്ന്, പുരോ പശ്ചാത് പ്രവർത്തന നിരക്ക് തുല്യം അല്ലേ. പുരോപ്രവർത്തനങ്ങളുടെയും പശ്ചാത് പ്രവർത്തനങ്ങളുടെയും നിരക്ക് അല്ലെങ്കിൽ വേഗത തുല്യമായിരിക്കും. രണ്ടാമത്തത്, ഇത് സമ്പ്രദ വ്യൂഹമാണ് അല്ലേ. അതുപോലെ തന്നെ അഭികാരങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും ഗാഢത തുല്യമായിരിക്കും ഇവിടെ. ഓക്കെ, ചോദ്യം 20, ഒരു കാർബണിക് സംയുക്തത്തിൻ്റെ ഘടനാവാക്യം തന്നിരിക്കുന്നു. തന്നിരിക്കുന്ന ഘടനാവാക്യം ഇതാണ്: CH3 CH2 CH CH3 CH2 CH2 CH3. ഇനി ഒരു ഓർഗാനിക് സംയുക്തത്തിൻ്റെ, ചോദ്യം എ ആണ്, ഒരു ഓർഗാനിക് സംയുക്തത്തിൻ്റെ മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര? അതായത് നമുക്ക് ഈ തന്നിരിക്കുന്ന ഓർഗാനിക് സംയുക്തത്തിൻ്റെ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ മുഖ്യ എണ്ണം. നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? നമ്പർ അല്ലേ, നമ്പർ ചെയ്യുക. നമുക്ക് പെട്ടെന്ന് ശാഖ കിട്ടുന്ന രീതിയിൽ നമ്പർ ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്പർ ചെയ്യേണ്ടത്. 1 2 3 4 5 6 അല്ലേ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒരു ചെയിനാണ്. എത്ര കാർബൺ ആറ്റങ്ങളുണ്ട് ചെയിനിൽ? 6 കാർബൺ ആറ്റങ്ങൾ ചെയിനിലുണ്ട് അല്ലേ. ഇത് ഇവിടുന്ന് നമ്പർ ചെയ്യാൻ പാടില്ല, കാരണം 1 2 3 4, അപ്പോൾ ശാഖ 4ലാണ് വരിക അല്ലേ. നമുക്ക് ഏറ്റവും ചെറിയ സ്ഥാനസംഖ്യയാണ് വരേണ്ടത്. അപ്പോൾ ഇടത്തുനിന്ന് വലത്തോട്ടാണ് നമ്പർ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലാകെ 6 കാർബൺ ആറ്റങ്ങളാണ് ഈ ചെയിനിൽ ഉള്ളത്. ഓക്കെ, ചോദ്യം ബി, ശാഖയുടെ സ്ഥാനസംഖ്യ എത്ര അല്ലേ. ഈ ശാഖ വരുന്നത് എത്രാമത്തെ കാർബണിൽ അല്ലേ, കാർബൺ ചെയിനിൽ എത്രാമത്തെ കാർബണിലാണ് എന്നാണ് ചോദ്യം. 3, ഉത്തരം 3ാമത്തേതിലാണ് വരുന്നത്. ഇനി ചോദ്യം സി ആണ്, ശാഖയുടെ പേരെന്ത്? ശാഖയുടെ പേര് നമുക്കറിയാം. ശാഖയുടെ പേര് കൊടുക്കുന്നത് അല്ലേ, ഒരു കാർബൺ ആണെങ്കിൽ മീഥൈൽ എന്നാണ് വരിക. മീഥൈൽ മീഥ് പ്ലസ് ഇല്ലാണ് മീഥൈൽ അല്ലേ. ഇനി ചോദ്യം ഡി, ഈ സംയുക്തത്തിൻ്റെ IUPAC നാമം എന്ത്? IUPAC നാമം എഴുതുമ്പോൾ ആദ്യം നമ്മൾ കാർബൺ ചെയിനിൽ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. 6 കാർബൺ ആറ്റങ്ങൾ അവിടെ ഉണ്ട്. പിന്നീട് ശാഖ വരുന്നത് എത്രാമത്തെ കാർബണിലാണെന്ന് മനസ്സിലാക്കുക അല്ലേ. ശാഖയുടെ സ്ഥാനസംഖ്യ ഉണ്ട്, അതുപോലെ തന്നെ ശാഖയുടെ പേര്. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അപ്പോൾ ആദ്യം ശാഖയുടെ സ്ഥാനസംഖ്യ എഴുതുക 3 അല്ലേ, 3 എന്ന് എഴുതി. പിന്നെ ഒരു ഹൈഫൺ കൊടുക്കുക. ഇനി ശാഖയുടെ പേര് എന്തായിരുന്നു? മീഥൈൽ എന്നാണ് ശാഖയുടെ പേര്. അവസാനം ചെയിനിൽ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട് അതിൻ്റെ പേര് എഴുതുക അല്ലേ. ഇതൊരു ആൽക്കെയിനാണ് അല്ലേ, ഏകബന്ധനമുള്ള സംയുക്തമാണ്, അതിനാൽ ഹെക്സൈൻ. അപ്പോൾ വരുന്നത് 3 മീഥൈൽ ഹെക്സൈൻ. ഒന്നുകൂടി പറയാം. ആദ്യം ശാഖയുടെ സ്ഥാനസംഖ്യ എഴുതുക, 3 എന്ന് എഴുതുക, ഒരു വര ഹൈഫൺ കൊടുക്കുക, ശാഖയുടെ പേരെഴുതുക, അവസാനം ചെയിനിൻ്റെ പേര് അല്ലേ. 6 കാർബൺ ആയിട്ടുള്ള ആൽക്കെയിൻ്റെ ചെയിനിന് പറയുന്നത് ഹെക്സൈൻ എന്നാണ്. അപ്പോൾ 3 മീഥൈൽ ഹെക്സൈൻ എന്നാണ് വരുന്നത്. അപ്പോൾ 20 ചോദ്യങ്ങളാണ് ഈ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നത് അല്ലേ. എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്, നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ.